Good morning, student. Today I am going to teach political science, class 7. Our next chapter is role of the government in health. ജനങ്ങളുടെ ഹെൽത്തിന് ഗവൺമെന്റിന്റെ റോൾ എന്താണെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഹെൽത്ത്? ഹെൽത്ത് മീൻസ് our ability to remain free of illness and injuries. But health is not only about disease. Health എന്ന് പറയുന്നത് എന്താണ്? ഇൽനെസ്സും ഇഞ്ചുറീസും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ബട്ട് ഹെൽത്ത് ഈസ് നോട്ട് ഓൺലി അബൌട്ട് ഡിസീസ്. ഒരു ഡിസീസ് അല്ലാത്ത ഒരു അവസ്ഥയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസീസ് മാത്രമല്ല ഹെൽത്ത്, വേറെ കാരണങ്ങളും ഉണ്ട്. എക്സാമ്പിൾ, ഇഫ് people get clean drinking water or a pollution free environment, they are likely to be healthy. അതായത് ഇപ്പോൾ ആളുകൾ നല്ല ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ കഴിക്കുകയും കുടിക്കുകയും നല്ല എൻവയോൺമെന്റിൽ താമസിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഹെൽത്തി ഉണ്ടെന്ന് പറയാം. പക്ഷേ on the other hand, if people do not get adequate food to eat or how to live in cramped conditions, അതായത് നല്ല ഫുഡ് കിട്ടാതെ ഒക്കെ ആളുകളില്ലേ, അങ്ങനെയുള്ളവരും അതുപോലെ തന്നെ ഈ ചേരി പ്രദേശത്തൊക്കെ താമസിക്കുന്നവരൊക്കെ ഇല്ലേ, അവർക്കൊന്നും നല്ല ഹെൽത്തി, അവരൊന്നും ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. All of us would like to be active and in good spirits in whatever we may be doing. It is healthy to be dull, inactive, anxious or scared for a long stretches of time. അപ്പോൾ എല്ലാവരും നല്ല ആക്റ്റീവും ഗുഡ് സ്പിരിറ്റിലും ഒക്കെ ആണെങ്കിലും അവര് ചില സമയത്ത് ഡള്ളാവുകയും ഇനാക്റ്റീവും അൺകോൺഷ്യസും ഒക്കെ ആവുകയാണെങ്കിൽ അതെന്താണ് ഹെൽത്തി ആയിട്ട് പറയുള്ളൂ, അത് മെന്റൽ സ്ട്രെയിൻ ആയിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഹെൽത്ത് കെയർ ഇൻ ഇന്ത്യ. ലെറ്റ് us examine some of the aspects of healthcare in India. Compare and contrast the situation expressed in the first and second columns. India has the largest number of medical colleges in the world and is among the largest producers of doctors. Approximately 15,000 new doctors qualify every year. അപ്പം ലോകത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡോക്ടർമാരും മെഡിക്കൽ കോളേജും ഉള്ളത്. അതായത് 15,000 പുതിയ ഡോക്ടേഴ്സ് എല്ലാ വർഷവും ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, health care facilities has grown substantially over the years. In 1950, there were only 2,717 hospitals in India. In 1991, there were 11,174 hospitals. In 2000, the number grew in 18,218. അതായത് ഓരോ വർഷം കഴിയുന്തോറും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് 1950 2,717 ഹോസ്പിറ്റൽസ് ഇന്ത്യയിലുണ്ടായിരുന്നു. അത് 1991 ആയപ്പോൾ 11,174 ഹോസ്പിറ്റൽസും 2000 ആയപ്പോൾ അത് 18,218 ഹോസ്പിറ്റലും ഇന്ത്യയിലുണ്ടായി. ദെൻ നെക്സ്റ്റ്, ഇന്ത്യ gets a large number of medical tourists from many countries. They came for treatment in some of the hospitals in India that compare with the best in the world. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മെഡിക്കൽ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്നും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ എത്തുന്ന വിദേശികളെയാണ് നമ്മൾ മെഡിക്കൽ ടൂറിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓരോ വർഷവും മെഡിക്കൽ ടൂറിസ്റ്റ് തരുന്നത് ഒരു വലിയ എമൗണ്ട് ആണ്. ഓക്കെ, ദെൻ India is the fourth largest producers of
medicines in the world and is also a large exporters of medicines. അതായത് ഇന്ത്യയിൽ ലോകത്തിൽ തന്നെ ഇന്ത്യക്ക് മെഡിസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹെൽത്ത് കണ്ടീഷൻസ് ഇൻ ഇന്ത്യ. ഓക്കെ, മോസ്റ്റ് ഡോക്ടേഴ്സ് സെറ്റിൽ ഇൻ അർബൻ ഏരിയാസ്. അതായത് മിക്ക ഡോക്ടർമാരും അർബൻ ഏരിയയിലാണ് സെറ്റിൽ ചെയ്യുന്നത്. People in rural areas have to travel long distance to reach a doctor. The number of doctors with respect to the population is much less in rural areas. അതായത് റൂറൽ ഏരിയയിലെ ആളുകൾ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് വേണം ഡോക്ടറെ കാണാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ ഡോക്ടർമാർ റൂറൽ ഏരിയയിൽ കുറവാണ്. ഓക്കെ, about 5 lakh people die from tuberculosis every year. The number is almost unchanged since independence. Almost 2 million cases of malaria are reported every year and this number is in decreasing. അതായത് 5 ലക്ഷം ആളുകൾ ട്യൂബർകുലോസിസ് വന്ന് ചാവുന്നുണ്ട്. അതുപോലെ തന്നെ 2 മില്യൺ മലേറിയ കേസുകൾ എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നമ്പേഴ്സ് ഒന്നും ഓരോ വർഷവും കുറയുന്നതായിട്ട് കാണുന്നില്ല. ഓക്കെ, വി ആർ നോട്ട് ഏബിൾ ടു പ്രൊവൈഡ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ടു ഓൾ 21% ഓഫ് ഓൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ വാട്ടർ ബോൺസ്. ഫോർ എക്സാമ്പിൾ ഡയറിയ, വോംസ്, ഹെപ്പറ്റൈറ്റിസ് എക്സെട്ര. അതായത് എല്ലാ ആൾക്കാർക്കും ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ 21% കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് വെള്ളത്തിൽ നിന്നും ഉണ്ടാകുന്ന ഡിസീസസ്, ഡയറിയ, വോംസ്, ഹെപ്പറ്റൈറ്റിസ്, ഇതെല്ലാം വെള്ളത്തിൽ നിന്നും പകരുന്ന രോഗങ്ങളാണ്. Half of the children in India do not get adequate food to eat and are undernourished. അതായത് ഇന്ത്യയിലെ പകുതിയോളം പിള്ളേർക്ക് ആവശ്യത്തിനുള്ള ആഹാരം കിട്ടുന്നില്ല. അവരെല്ലാം അണ്ടർ നറിഷ്ഡ് ആണ്. ഇതാണ് ഇന്ത്യയുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തെക്കുറിച്ച് പറയുന്നത്. In order to prevent and treat illness, we need appropriate healthcare facilities such as health centers, hospitals, laboratories for testing, ambulance services, blood banks, etc. അതായത് നമ്മൾ ഇൽനെസ് പ്രിവെൻറ്റ് ചെയ്യുവാനും ഇൽനെസ് ട്രീറ്റ് ചെയ്യുവാനും നമുക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് വേണം. അതായത് ഹെൽത്ത് സെൻറ്റേഴ്സ്, ഹോസ്പിറ്റൽസ്, ലബോറട്ടറീസ്, ആംബുലൻസ് സർവീസ്, ബ്ലഡ് ബാങ്ക്, ഇതെല്ലാം അതിൽപ്പെടുന്നു. ഇവരെല്ലാം പേഷ്യൻറ്റിന് വേണ്ട കെയറും സർവീസും ഒക്കെ കൊടുക്കും. ഇങ്ങനത്തെ ഫെസിലിറ്റീസ് റൺ ചെയ്യണമെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സ്, നേഴ്സുമാരെ, ക്വാളിഫൈഡ് ഡോക്ടർമാരെ, അവരൊക്കെ വേണം. പിന്നെ അതുകൂടാതെ മെഡിസിൻസും എക്യുപ്മെൻസും വേണം. ഓക്കെ, ഇന്ത്യ ഹാസ് എ ലാർജ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്, ക്ലിനിക്സ് ആൻഡ് ഹോസ്പിറ്റൽസ്. അതായത് the country also has considerable experiences and knowledge in running a public healthcare system. This system of hospitals and health centers run by the government. അതായത് പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആണ് റൺ ചെയ്യുന്നത്. ഗവൺമെൻറ് കുറേ ഹോസ്പിറ്റലും ഹെൽത്ത് കെയർ സെൻ്ററുകളും തുടങ്ങിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത്. അവരുടെ ഡ്യൂട്ടി എന്താണ്? നമ്മുടെ ഇന്ത്യയിൽ അതായത് പകുതിയോളം വില്ലേജസ് ആണല്ലോ, അവരുടെ ഹെൽത്ത് നോക്കിയാണ് പബ്ലിക് ഹെൽത്ത് കെയറിൻ്റെ ഡ്യൂട്ടി. ഓക്കെ, ദെൻ ദ സെക്കൻഡ് കോളം പോയിന്റ്സ് ഔട്ട് ഹൗ പുവർ ദ ഹെൽത്ത് സിറ്റുവേഷൻസ് in our country. With all the above positive developments, we are not able to provide proper healthcare facilities to
പീപ്പിള്. അതായത് ഹെൽത്ത് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പുവറാണ്. ഇത്രയും പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടും നമ്മുടെ ആൾക്കാർക്ക് ഒരു പ്രോപ്പർ ഫെസിലിറ്റീസ് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അതായത് നമ്മുടെ കൺട്രിക്ക് പൈസയും നോളജും ഒക്കെ ഉണ്ട്, പക്ഷേ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുമുണ്ട്. അവർക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് ഈ 2 സ്റ്റോറിയിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റോറി ഹക്കീം ഷേഖിൻ്റെ ഒരു ആക്സിഡൻറ്റ് ആണ് പറയുന്നത്. അതായത് ഇതിനകത്ത് ഈ ആക്സിഡൻറ്റ് കേസിൽ ഇത് നിങ്ങൾ ഈ സ്റ്റോറി ഒന്ന് വായിച്ച് നോക്കുക. ഇതിനകത്ത് അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് പറ്റി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നു. പക്ഷേ അവിടെ എങ്ങും അദ്ദേഹത്തെ എടുത്തിട്ടില്ല. അവിടെ ബെഡില്ല എന്ന് പറയുകയും ചിലപ്പോൾ ഡോക്ടർമാരില്ല എന്ന് പറയും. അങ്ങനെ 14 മണിക്കൂർ അദ്ദേഹം ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടന്നു. പല ഹോസ്പിറ്റലിൽ അദ്ദേഹം പോയി. ലാസ്റ്റ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നു. ഇയാളൊരു പാവപ്പെട്ട ആളായിരുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരുപാട് പൈസ ചിലവുണ്ടല്ലോ. അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് പൈസ ചിലവാകുകയും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. ലാസ്റ്റ് അദ്ദേഹം ഇതിനെതിരെ കേസ് കൊടുക്കുന്നതാണ് ഈ സ്റ്റോറിക്കകത്ത് പറയുന്നത്. നിങ്ങൾ ഈ സ്റ്റോറി വായിച്ചു നോക്കുക. ദെൻ നെക്സ്റ്റ് സ്റ്റോറി. ഓക്കെ, ഇൻ ദ സെക്കൻഡ് എക്സാമ്പിൾ ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് ഗുഡ് ഫ്രണ്ട്സ് രഞ്ജൻ ആൻഡ് അമൻ. ഫസ്റ്റ് പാരഗ്രാഫിൽ ഫസ്റ്റ് കോളത്തിൽ എന്താ കിടക്കുന്ന നോക്കിയാൽ രഞ്ജനും അമനും തമ്മിൽ മീറ്റ് ചെയ്യുന്നതാണ്. അപ്പം അമൻ ഒരു പാവപ്പെട്ട ഫാമിലിയിൽപ്പെട്ട, രഞ്ജനാണെങ്കിൽ ഇച്ചിരി പണക്കാരനുമാണ്. അപ്പോൾ അമന് വൈറൽ ഫീവർ ഉണ്ടായി. ഹോസ്പിറ്റലിൽ പോയി. രഞ്ജനും വൈറൽ ഫീവർ ആയിരുന്നു. അവനും ഹോസ്പിറ്റലിൽ പോയി. പക്ഷേ അമൻ പോയത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലും രഞ്ജൻ പോയത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലുമാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ രഞ്ജന് നല്ല ട്രീറ്റ്മെൻറ്റ്, അതായത് ഡോക്ടറെ കാണുന്നതിന് മുമ്പ് തന്നെ 500 രൂപ ഫീസ് അടയ്ക്കണമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വൃത്തിയുള്ള പരിസരമൊക്കെ ആയിരുന്നു. ഡോക്ടർ കുറേ ടെസ്റ്റൊക്കെ ചെയ്യാൻ പറഞ്ഞു. അതുപോലെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു അവനോട് പെരുമാറിയത്. ലാസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് എടുക്കാനായിട്ട് പോയി. അതിൻ്റെ റിസൾട്ടൊക്കെ വന്ന് ഡോക്ടറെ കണ്ടു. ഒരു കുഴപ്പവുമില്ല, വൈറൽ ഫീവർ ആണെന്ന് പറഞ്ഞു. മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തു. രഞ്ജന് ഒരുപാട് മെഡിസിനൊക്കെ ഡോക്ടർ കൊടുത്തു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും പോന്നു. പക്ഷേ അവൻ പോയത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു. ആ ക്യൂവിൽ നിന്നപ്പോൾ അവന് ഒന്നും കൂടെ തലവേദനയൊക്കെ എടുത്തു. ലാസ്റ്റ് അവർ ഡോക്ടറെ കണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് 3 ദിവസം കഴിഞ്ഞാണ് അതിൻ്റെ റിസൾട്ട് വന്നത്. പിന്നെയും ഡോക്ടറെ കണ്ട് പിന്നെ ടെസ്റ്റ് എല്ലാം ചെയ്ത് ലാസ്റ്റ് അവന് വൈറൽ ഫീവർ ആണെന്ന് പറഞ്ഞു. ഡോക്ടർ അവന് ഒരു മരുന്ന് മാത്രമേ കൊടുത്തുള്ളൂ. എന്നിട്ട് പറഞ്ഞു, എന്നാൽ രഞ്ജന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരുപാട് മരുന്ന് ഡോക്ടർ കൊടുക്കുകയും 3500 രൂപ രഞ്ജനാവുകയും ചെയ്തു. പക്ഷേ അവനോ അത്രയും പൈസയൊന്നും ആയില്ല. 180 രൂപ മാത്രമേ അവന് ആയുള്ളൂ. ഇതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ കഥയിൽ കാണിച്ചിരിക്കുന്നത്.